അയാളോട് ഈ ഭാര്യ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. ചില ആളുകൾ അങ്ങനെയാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പറയുന്നത് കേൾക്കത്തുള്ളൂ. അവർക്ക് താല്പര്യമില്ല അയാളെ നോക്കാൻ. അവർ തമ്മിലുള്ള വഴക്കിനിടെ വന്നൊരു പ്രശ്നമാണ്. അയാളുടെ കയ്യിൽ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ യാതൊരുമായ രീതിയിലുള്ളൊരു സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്തൊരു മനുഷ്യനായി നിന്നു. ഇത്രയും നാൾ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അയാളുടെ കയ്യിലുള്ള പൈസ എല്ലാം ഭാര്യയുടെയിലാണ്. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായത് കാരണം അയാൾ നാട്ടിലേക്ക് അയാളുടെ തൊട്ട് ആ ഭാര്യയുടെ അയാൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിനടുത്തായിട്ട് തന്നെ വേറൊരു വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് താമസമായി. ഒരു പക്ഷേ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം അയാൾ ചിലപ്പം മദ്യപിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾക്കുള്ള പരിഹാരങ്ങൾ അയാൾ തേടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇയാളെ ഒരു ബോധരഹിതനായിട്ട് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ കാണുകയും അയാളെ ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്തു. ജസ്റ്റ് ഫേസ്ബുക്കിൽ വന്നൊരു ഫോട്ടോയാണ്. ഈ മനുഷ്യനെ പറ്റി അറിയാമോ, അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അയാൾക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അയാൾ അബോധാവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഫോട്ടോയൊക്കെ വന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂറിനിടയിൽ ആളെ തിരിച്ചറിഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ ഭാര്യയെ കോണ്ടാക്ട് ചെയ്തപ്പം ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ റിപ്ലൈ, അവർക്ക് താല്പര്യമില്ല അയാളെ നോക്കാൻ, അയാളുടെ കാര്യങ്ങൾ അറിയാൻ അവർക്ക് താല്പര്യമില്ല. നേരെ ബന്ധുക്കളെ കോണ്ടാക്ട് ചെയ്തു, അതായത് സഹോദരങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്തു, അവർക്കും താല്പര്യമില്ല. ഇനി അയാൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ അയാൾ റിക്കവറായി വരുമായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പറഞ്ഞാൽ, ഞാൻ ഇതേ ഒരു സബ്ജക്റ്റ് 1000 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മതി വരത്തില്ല. അതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അനുഭവങ്ങളുണ്ട് പലർക്കും. നിങ്ങൾ പ്രവാസിയായിട്ട് നിന്നോട്ടെ, നിങ്ങൾ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുമോ, അല്ല സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങൾ വിറ്റ്, അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ സ്വന്തം നാട്ടിൽ താമസിക്കേണ്ട, വേറെ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിച്ചുകൊണ്ട് അവർ നന്നായിട്ട് നമ്മളെ നോക്കുമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു എമൗണ്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. അത് എത്ര നല്ല ഭാര്യയാണെന്ന് പറഞ്ഞാലും, എത്ര നല്ല മക്കളാണെന്ന് പറഞ്ഞാലും, എത്ര അപ്പനും അമ്മയും നല്ലതാണെന്ന് പറഞ്ഞാലും, സഹോദരങ്ങൾ എത്ര നല്ലതെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു 10% അല്ലെ 5% എല്ലാ മാസത്തിൽ നിന്നും ഇച്ചിരി മാറ്റി വെക്കണം. കാരണം ഈ ഒരു അവസ്ഥ ആർക്ക് വേണേലും സംഭവിക്കാം. താങ്ക് യു.